ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനെ നമുക്ക് സാഗോ ഗ്രേപ്പ് ജ്യൂസ് എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളതുമായ ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ജ്യൂസിന് വേണ്ടിയിട്ട് ഏകദേശം 350 ഗ്രാം മുന്തിരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം പുളിയും മധുരവും ഒക്കെയുള്ള മുന്തിരിയാണിത്. ജ്യൂസ് മുന്തിരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ, ആ കുരുവുള്ള മുന്തിരി തന്നെയാണിത്. ഞെട്ടിൽ നിന്നും അടർത്തിയെടുത്ത് മുന്തിരി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് ഇളക്കി കുറഞ്ഞതൊരു 15 മിനിറ്റെങ്കിലും മാറ്റി വയ്ക്കണം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കസ്കസ് എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ മഞ്ഞളും ഉപ്പൊക്കെ ചേർത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മുന്തിരി നല്ലതുപോലെ 2-3 വെള്ളം കഴുകി എടുക്കുകയാണ്. ഈ മുന്തിരി വേവിച്ചിട്ടാണ് നമ്മൾ ഇനി ജ്യൂസാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. മുന്തിരി മൂടി നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ജ്യൂസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുന്തിരി മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇത് തിളച്ചു വരുമ്പോഴേക്കും മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചു വരുമ്പോൾ ഈ മുന്തിരിയൊക്കെ പൊട്ടിയിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വരും. അതുവരെ വേണം നമ്മൾ തിളപ്പിച്ചെടുക്കാനായിട്ട്. കൂടുതൽ സമയം വെന്ത് പോയാൽ ജ്യൂസിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. ഇപ്പോൾ നോക്കൂ, മുന്തിരിയുടെ തോലൊക്കെ പൊട്ടി വിടർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത സ്റ്റെപ്പ്, ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് ചവ്വരി എടുത്ത് 1.5 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചവ്വരി അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച മുന്തിരി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, മുന്തിരിയുടെ കളർ വെള്ളത്തിലേക്ക് ഇറങ്ങി നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരിപ്പ കൊണ്ട് മുന്തിരി മാത്രം അരിച്ചെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് മുന്തിരി വെന്ത വെള്ളം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഈ മുന്തിരിയുടെ തോലും കുരുവും ഒക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്ത ശേഷം മുന്തിരി വെന്ത വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചവ്വരി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അതൊരു അരിപ്പയിലേക്ക് അരിച്ചൊഴിക്കുകയാണ്. 2-3 വെള്ളം അതിലേക്ക് ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ ഒന്ന് അരിച്ച് എടുക്കണം. കാര്യം പശയുണ്ടാവും അതിനകത്ത്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ ചവ്വരിയുടെ ഒട്ടലൊക്കെ നല്ലതുപോലെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെന്ത മുന്തിരി ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചവ്വരിയെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന സബ്ജ സീഡ്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതേ ഉള്ളൂ. സാഗോ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത്. ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ.